എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദേ നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെ ആട്ടോ. അപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഈ തണുപ്പത്ത് നല്ല ചൂടൻ ചക്ക തിന്നാറ് കൊതി. അതുകൊണ്ട് വേഗം പ്ലാവിൻ്റെ വീട്ടിലേക്ക് ഓടിയിട്ടോ. ചക്ക ഇട്ട് വെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായി അത് പുളിച്ചു തുടങ്ങി എന്നുള്ള കാര്യം. എന്നാലും വിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക പുഴുങ്ങൽ ഒരു റൂട്ട് അങ്ങ് മാറ്റി പിടിച്ചു ഞാൻ. അപ്പോൾ ചക്ക പുഴുങ്ങൽ വേറൊരു രീതിയിലാവാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ചക്ക വെട്ടുമ്പോൾ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ ഒരു ചെറിയൊരു പ്രോബ്ലമാണ് അപ്പം തന്നെ ചക്ക തിന്നുക എന്നുള്ളത് അല്ലേ. ചക്ക വെട്ടുമ്പോൾ മാത്രമല്ല ഉപ്പെറുക്കുമ്പോഴും അതെ കേട്ടോ. അത് തന്നെ അങ്ങനെ തന്നെ വയറൊന്ന് നിറയ്ക്കും. അപ്പം ഞാൻ മാത്രമല്ല പൊന്നൂസും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസിലിടാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ഇടുമ്പോൾ എന്നും സപ്പോർട്ട് ചെയ്യണ ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. അവരോടല്ല കേട്ടോ പറയണേ, അല്ലാണ്ട് പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായി പറയണേ. അപ്പോൾ അവർ കേൾക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ പറയണേ എന്നാന്ന് ചിന്തിക്കല്ലോ കേട്ടോ. ചക്ക പറക്കുമ്പോൾ മക്കൾ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ആയിട്ട് നിൽക്കണേ കേട്ടോ. ഇന്ന് പക്ഷേ അവർ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ തന്നെയുള്ളേ. ചക്ക വെട്ടി പിന്നെ വെച്ചോണ്ടിരിക്കില്ല കേട്ടോ. പെട്ടെന്ന് പെറുക്കി അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് വേഗം ഉണ്ടാക്കി കഴിക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഇന്നും അതിന് മാറ്റം വരുത്താൻ ഞാൻ തീരുമാനിച്ചില്ല കേട്ടോ. വേഗം പെറുക്കിയെടുത്തു. പിന്നെ ഇതാ സ്പീഡിൽ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ അരിച്ചിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മളെന്നും ചെരിച്ചരിച്ചാലേ അരിയണേ. ഇന്നതേ വട്ടത്തിലാട്ടോ അരിയണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റത്തിൻ്റെ പ്രത്യേകത ഇതാണ്. അപ്പം ചക്ക അരിയും തോറും ചക്ക തിന്നാനുള്ള ഊർജ്ജസ്വലത കൂടിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പം സ്പീഡ് അങ്ങ് കൂട്ടി പെട്ടെന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതെ ഞാൻ ചക്കയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് പൊളിക്കാൻ പോയി. ആ പൊളിച്ചൊന്ന് ഫ്രഷായി വന്നു. അതാ നമ്മുടെ ചക്കയൊക്കെ ഒന്ന് പൊഴിഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ അതെ ഞാൻ ചക്ക ഇട്ടു, വെള്ളം ഒഴിച്ചു. ഇപ്പോൾ വെള്ളം ചക്കയിലൊക്കെ ഓൾറെഡി ഉള്ളതായതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പ്രത്യേക ചക്ക വരും. എല്ലാവരും അങ്ങനെയൊക്കെ പുഴുങ്ങനെയാണ്. കൂടുതൽ ഭൂരിഭാഗം പേരും ആർക്കും അറിയാമായിരിക്കും കേട്ടോ. ഈ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചക്ക അടുപ്പത്ത് വയ്ക്കാം. ചക്ക അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചെണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കറി വേണ്ടേ. നോർമലായിട്ട് നമ്മൾ മീനും ഇറച്ചിയൊക്കെ കൂട്ടണ പോലെ അങ്ങനെയല്ല, പ്രത്യേക കറിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചമ്മന്തി നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ചമ്മന്തി കൂട്ടി എങ്ങനെ ചക്ക തിന്നുന്നതായിരിക്കും അല്ലേ. സൂപ്പറാണ്. മറ്റ് കറിനേക്കാളും സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടോളൂ. നമ്മുടെ ചക്കയ്ക്ക് വേണ്ടതെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ ഞങ്ങൾ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പോകട്ടെ. നല്ല ആവി പറക്കണ ചക്കയാണ്. കുഴി സെറ്റ് ചെയ്തു. നമുക്ക് കഴിക്കാം. ഞങ്ങളിതേ ചക്കപ്പുഴുക്ക് കഴിക്കാണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. എന്താ നമ്മുടെ പൊന്നൂസ് ഉറക്കാറുന്നു. ആ കറക്റ്റ് സമയത്തേക്കും പൊന്നൂസ് വേണ്ടിയിട്ടുണ്ട്. എന്താ നമുക്ക് വേഗം കഴിക്കാം. നല്ല ആവി പൊങ്ങുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അതേ നമ്മുടെ കുഴിക്കകത്ത് ചമ്മന്തിയിലൊക്കെ ഇത്തിരി മുക്കിയിട്ട് പൊന്നു വേണ്ടിയിരിക്കട്ടെ. എങ്ങനെയുണ്ട് പൊന്നോ? സൂപ്പർ ടേസ്റ്റാട്ടോ. നല്ല ആവി പറന്നുകൊണ്ടിരിക്കുക. അതെ ഊതി കഴിക്കണേ. ടേസ്റ്റാണോ ചമ്മന്തി മുക്ക്? അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പാണ്. അപ്പം ചക്കയും ചമ്മന്തി ചൂടുവെള്ളം അടിപൊളി കേട്ടോ. സൂപ്പറാണോ? എഡ്വിന് അത്ര ചക്ക അത്ര പ്രിയമില്ല കേട്ടോ. അതുകൊണ്ട് പതിയെ മാറി നിൽക്കണുള്ളൂ. കരിയാപ്പലേ അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ കുഴി പൊട്ടിക്കാതെ ഇങ്ങനെ കഴിച്ചിട്ട് ചക്ക വേവിക്കുമ്പോഴേ ചിലർ ഒഴിച്ചേ വേവിക്കണവരുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ്. നമുക്ക് തേങ്ങയ്ക്ക് ഈ വിലയായിരിക്കുമ്പോൾ പറ്റില്ലല്ലോ. അത് തേങ്ങാപ്പാലും കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ചുമ്മാ വെള്ളം കേട്ടോ ഒഴിച്ച്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പം ഞങ്ങളിത് ചൂടാറി പോണതിന് മുമ്പ് ഒന്ന് തീർക്കട്ടെ കേട്ടോ. ഞങ്ങളിവിടെ അതേ അടി കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.